നമസ്കാരം. സഹകരണ ബാങ്കുകളെ ഒന്നിപ്പിക്കാനുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് പിണറായി സർക്കാർ ആരംഭിച്ച കേരള ബാങ്ക്, ആ കേരള ബാങ്കിന്റെ മറവിൽ നിരവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഈ കരുവന്നൂർ കേസും കരന്തല സഹകരണ തട്ടിപ്പ് കേസും ഒക്കെ പുറത്തു വന്നപ്പോൾ പറയുകയുണ്ടായി. അങ്ങനെയുള്ള ആരോപണങ്ങളും സംശയങ്ങളും ഒക്കെ ശക്തമായിരുന്നു. ഇതിന് പിന്നാലെ റിസർവ് ബാങ്കിന്റെ നിരവധി നിയമങ്ങളും നടപടികളും ഒക്കെ കേരള ബാങ്കിനെ സംബന്ധിച്ചും കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ഇപ്പോഴിതാ അതുപോലെ മറ്റൊരു തിരിച്ചടി കൂടെ ഉണ്ടാകുകയാണ്. അതായത് കേരള ബാങ്കിന്റെ സംസ്ഥാന ഓഫീസിനെയും 14 ജില്ലാ ബാങ്കുകളുടെ ശാഖകളെയും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ നടപടിയിൽ. ഇത് സംബന്ധിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് ഇറക്കി കഴിഞ്ഞു എന്നതാണ് വിവരം. കേരള ബാങ്ക് കൊല്ലം പതാരം ശാഖയിൽ വായ്പാ തിരിച്ചടവ് സംബന്ധിച്ച തർക്കത്തിൽ യുവതി മരിക്കാൻ ഇടയായിട്ടുള്ള സംഭവത്തിന് പിന്നാലെയാണ് രേഖകൾ ബാങ്ക് പുറത്തുവിടാതിരുന്നതും അതേ തുടർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാകുന്നത് എന്നതാണ് വിവരം. വിവരാവകാശ നിയമപ്രകാരം രേഖകൾ നൽകണമെന്നാവശ്യപ്പെട്ട ആലപ്പുഴ ചാരുമൂട് പൂക്കോയ്ക്കൽ വി രാജേന്ദ്രൻ ബാങ്കിനെ സമീപിക്കുകയുണ്ടായി. എന്നാൽ കേരള ബാങ്കിന് വിവരാവകാശ നിയമം ബാധകമല്ല എന്നായിരുന്നു അന്ന് മറുപടി കിട്ടിയത്. ഇതിനെതിരെയുള്ള ഹർജി പരിഗണിച്ച വിവരാവകാശ കമ്മീഷൻ ബാധകമല്ല എന്ന് പറഞ്ഞ അതേ നിയമം ഉദ്ധരിച്ച് വിവരം നിഷേധിച്ചത് വൈരുദ്ധ്യമെന്ന് കണ്ടെത്തുകയും അതിനടിസ്ഥാനത്തിൽ നടപടിയെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഉത്തരവിലൂടെ നിലവിൽ വന്ന കേരള ബാങ്കിന്റെ പ്രവർത്തനം സംബന്ധിച്ച് അറിയാൻ പൗരന് അവകാശമുണ്ടെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ ഉത്തരവിൽ വ്യക്തമാക്കി. ആകെ 2259 കോടി മൂലധനമാണ് കേരള ബാങ്കിനുള്ളത്. അതിൽ സർക്കാരിന്റെ 906 കോടി രൂപ ഓഹരിയുള്ള 400 കോടിയുള്ള സർക്കാരിന്റെ അധിക മൂലധനവുമായുള്ള കേരള ബാങ്കിന്റെ പ്രവർത്തനം പൗരൻ അറിയണം എന്ന് തന്നെയാണ് ഉത്തരവിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഇനി മുതൽ കേരള ബാങ്കിൽ നടക്കുന്ന നടപടികൾ അറിയണമെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ഒരു അപേക്ഷ നൽകിയാൽ മതി എന്ന് ചുരുക്കം. അങ്ങനെയാണെങ്കിൽ കേരള ബാങ്കിന്റെ മറവിൽ സഹകരണ ബാങ്കുകളെയൊക്കെ വെച്ചുകൊണ്ട് CPM നേതാക്കന്മാരും ഇവിടുത്തെ സർക്കാരും ഒക്കെ നടത്തുന്ന തിരിമറികൾ ഇനി നടത്താൻ സാധിക്കില്ല എന്ന് ചുരുക്കം. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പാ പരിധി വെട്ടിക്കുറച്ച കേരള ബാങ്കിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ച നടപടിയിലൂടെ വലിയ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു CPM നേതാക്കന്മാർക്കും ഇടത് സംഘടനകൾക്കും ഒക്കെ ലഭിച്ചത്. കാരണം സഹകരണ ബാങ്കുകൾ എന്നത് ഫണ്ട് മുക്കാനുള്ള അല്ലെങ്കിൽ ഫണ്ട് തിരിമറിക്കാനുള്ള മൂല്യം മാറ്റാനുള്ള ഒക്കെ ഒരു മാർഗമായിട്ട് ചില ആളുകൾ അതിനെ ഉപയോഗിക്കുന്നത് നാം കണ്ടതാണ്. കണ്ടല ബാങ്കും അതുപോലെ തന്നെ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസും ഒക്കെ നമുക്കതിന് ഉദാഹരണമായി പറയാനുണ്ട്. എന്ന് വെച്ചാൽ നേതാക്കന്മാർ വലിയ രീതിയിലുള്ള തുക പല രീതിയിൽ നിന്നും അനധികൃതമായി സ്വരൂപിച്ച് അത് സഹകരണ ബാങ്ക് മുഖാന്തരം പല രീതിയിൽ വിനിയോഗിക്കുന്നതും പല രീതിയിൽ മാറ്റുന്നതും ഒക്കെയാണ് നാം കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള ബാങ്ക്, അതായത് സഹകരണ ബാങ്കുകളുടെ നിയന്ത്രണത്തിലൊക്കെ പരിധിയിൽ വരുന്ന കേരള ബാങ്കിനെ വീണ്ടും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തു വരുന്നിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ വിവരാവകാശ നിയമം ഇനി കേരള ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ സഖാക്കന്മാരുടെ അട്ടിമറികൾ ഇനി സഹകരണ ബാങ്കുകളുമായോ കേരള ബാങ്കുമായോ ഒന്നും തന്നെ നടത്താൻ സാധിക്കില്ല എന്ന് ചുരുക്കം. ഒരുപക്ഷെ സാധിക്കുമെങ്കിൽ പോലും അതിന് നിരവധി നൂലാമാലകൾ ഉണ്ടാകുമെന്നതും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനി എളുപ്പത്തിലൊന്നും സഹകരണ ബാങ്ക് വഴിയും മറ്റ് കേരള ബാങ്ക് വഴിയും ഒന്നുമുള്ള തിരിമറികൾ സാധ്യമാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഒരു നടപടി, കേരള ബാങ്കിന് എതിരെയുള്ള ഈ ഒരു നടപടി സഖാക്കന്മാർക്ക് കൂടുതൽ സങ്കടം തന്നെയാകുന്ന റിപ്പോർട്ട് തന്നെയാണ്.